ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, നിങ്ങളൊക്കെ ആരാ? അതെന്തൊരു ചോദ്യമാ. ഞങ്ങളൊക്കെ കുമാരന്റെ സ്വന്തം ആൾക്കാരാ. ഞങ്ങളെയൊക്കെ മറന്ന് അവനങ്ങ് പോയി കളഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അവനെ മറക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ല, അങ്ങനെ ഒരു ബന്ധമാണേ. എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. പ്രശ്നം പറഞ്ഞ ഇയാളെ അങ്ങ് തീർത്തു തരുമോ? എനിക്ക് പറയാം. അല്ല, നമ്മളാരാ? സൗമിനിയുടെ അമ്മാവൻ. സൗമിനി കുമാരന്റെ പെണ്ണല്ലേ? അവളുടെ കെട്ടിയോൻ, അതായത് കുമാരൻ, എനിക്ക് ഒരുപാട് തരാനുണ്ട്. കാശേ ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാ. ഞങ്ങള് പാവങ്ങള് പലിശക്കാര്. അവൻ എങ്ങോട്ടോ പോയി ചത്തൂന്ന് വെച്ച് ഞങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റുമോ? പോയി വിളിക്കണോ അവളെ? ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറെ കാലം ആയല്ലോ. ഇപ്പൊ ഉടമസ്ഥനും ചത്തു, എന്നിട്ടും ഉടവ് പറ്റിയിട്ടില്ലല്ലോ മോളെ. അല്ല, എങ്ങനെ ഇത് വെച്ച് നമ്മളെ കാശ് മുതലാക്കാൻ എത്ര കാലം എടുക്കും? വൃത്തികേട് പറയരുത്. നിന്റെ കെട്ടിയോ മാച്ച കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ. എന്താ മാർഗം? നീ ഒന്ന് നിന്ന് തന്നാ മതി. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. ആരറിയാനാ? കടം വീട്ടുകയും ചെയ്യാം. വീട്ടിൽ കയറി ഒന്ന് തെമ്മാടിത്തരം കാണിക്കുന്നു. ചോദിക്കാനും പറയാനും അവകാശമുള്ള ആള് തന്നെ. പോളോ. ചക്ക വെട്ടിയിട്ടാണോ? ഒരടി കേൾക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുക. പക്ഷെ ഇതെത്തിരി കടുത്തുപോയി. കൈക്കരുത്ത് കാണിക്കേണ്ടത് പെണ്ണിനോടല്ല. ഇത്തിരി തണ്ടും തടിയും 4 മന്ദബുദ്ധികളും കൂടെ ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന് കരുതരുത്. ஹலோ, சப் இன்ஸ்பெக்டர் ஆஃப் போலீஸ் பஞ்சாரக்கரா ஸ்பீக்கிங். நான் காப்பாத்து எஸ்ஐ மாரிமுத்து பேசுறேன். മാരിമുത്തുവാ? പറയുങ്കോ. അല്ല, പറയെങ്കേ. തമിഴ് വലിയ പിടുത്തമല്ല. പറയണ്ണാച്ചി. இங்க மதுரை பக்கத்துல ஒரு பாடி கிடைச்சாச்சு. அது உங்க குமாரனோட பாடின்னு நினைக்கிறேன். அந்த பாடி எடுத்துட்டு சீக்கிரமா உங்க ஊருக்கு கிளம்பி வந்துடுறேன். சீக்கிரம் வா. சரி, ஓகே. ஓகே. കൂടി എവിടെ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് എവിടെയാ? ഇപ്പൊ എന്തായി? അന്തനോട് കളിച്ചിട്ട് വലിയ വീരവാദം. അതിന് വെക്കുന്ന മുഴുവൻ നീയല്ലേ? നമ്മള് തോറ്റോ? മതി നിർത്ത. എല്ലാരും നിർത്തി. എന്താ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. കണ്ണും കാണാനില്ല. സദാശിവ. എന്താ പക്ഷെ? കുമാരന്റെ ബോഡി വരുന്നുണ്ട്. മാഷ് കണ്ടോ? കണ്ടില്ലല്ലോ. ഏയ്, അതൊക്കെ വെറുതെ പറയാ നാട്ടുകാര്. അതൊന്നും ശരിയല്ല. എത്തിയോ ശീലാവതി? ദേ കുമാരനെ കൊണ്ടുവരുന്നു. മോളെ കരയാതെ, മോളെ കരയാതെ. കരയില്ല മോളെ. കസാലിക്കുന്നിടത്ത് മാറ്റി കൊടുക്കല്ലേ. തെക്കേപ്പറമ്പിൽ മൂവാണ്ടമാവ് തന്നെ വെച്ചല്ലേ? എനിക്ക് ഇഷ്ടമുള്ളത് വെച്ച്.
എവിടെ ഫോട്ടോഗ്രാഫർ? താനെന്തോട് ആക്രി പറക്കുന്ന അണ്ണാച്ചിമാരെ പോലെ? കുലത്തൊഴിൽ മറക്കാൻ പറ്റുമോ? ആ ശവപ്പെട്ടി ഇറക്കി വെക്കണോ? ഇവിടെ ഒരു വിലസ്. താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാനൊരു കണാപ്പൻ എസ്ഐയും താൻ ഒരു വലിയ കൊമ്പത്ത ആളുമെന്ന്. എടോ, തനിക്ക് ഇന്ത്യയിൽ എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നറിയോ? അതിൽ എ ഗ്രേഡ് എത്ര, ബി ഗ്രേഡ് എത്ര? അതറിയില്ല? ഇപ്പം മനസ്സിലായോ? എനിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ ഉന്നതരായ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടെന്ന്. ആ ബന്ധവും എന്റെ അപാരമായ ബുദ്ധിയും വെച്ചാണ് ഞാൻ ഈ കുമാരന്റെ ബോഡി അവിടെ നിന്ന് പൊക്കിയത്. കുമാരൻ അയച്ച കത്തിന്റെ കവറിലെ സീലിലുള്ള KA എന്ന രണ്ടക്ഷരം എന്നെ കൊണ്ടെത്തിച്ചത് കാട്ടാക്കടയിലും കളിയിക്കാവിളയിലുമല്ല, മധുരയ്ക്കടുത്തുള്ള കാപ്പാത്തിമലയിലാണ്. എന്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കുമാരൻ ആത്മഹത്യക്ക് വേണ്ടി പോയ സ്ഥലവും അത് തന്നെയാണ്. കാപ്പാത്തിമലയിലെ SI മാരിമുത്തുവും ഞാനുമായി ഒരു ടൈഅപ്പ് ഉണ്ട്. അതായത് ഇവിടെ ഏതെങ്കിലും തമിഴന്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അവിടേക്ക് എത്തിക്കും. അവിടെ ഏതെങ്കിലും മലയാളികളുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടേക്കും എത്തിക്കും. ഇതുപോലെ ഇന്ത്യയിലെന്നല്ല, വിദേശ രാജ്യങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ വരെ എനിക്ക് ബന്ധമുണ്ട് മിസ്റ്റർ സദാശിവൻ. നീ സൂക്ഷിച്ചോ. ഇനി പറ, ഞാൻ വെറും കണാപ്പനാണോ അതോ കിഴങ്ങനാണോ? പറ. തെറ്റിപ്പോയി. അല്ല, ബുദ്ധിമാനാണോ? പിന്നെ വരാം. നോക്കി നിൽക്കാതെ എടുക്കണോ പടം? തെണ്ടിത്തരം കാണിക്കണം. തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്ന ഈ ചീഞ്ഞടിഞ്ഞ ബോഡിയുടെ മാത്രം എടുക്കാനല്ല, എന്നെ കൂടെ ചേർത്തെടുത്തോ. എടുത്തോ. എന്താടോ, ഈ നാട്ടിൽ പത്രക്കാരും ഇല്ലേ? ഞാനവിടെ ഉണ്ട് സർ. ആ, താൻ ഏത് പത്രത്തിന്റെ ആളാ? അങ്ങനെയൊന്നുമില്ല സർ, എല്ലാ പത്രവും രാവിലെ വീടുകളിൽ കൊണ്ടുവന്നിട്ട്. അത് ശരി, ന്യൂസ് പേപ്പർ ബോയ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ നീ ഇടുന്ന പത്രത്തിൽ നിന്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ കാണേണ്ടി വരും. പോടാ. താനാ പൊതിയും കിടത്തെ. ഇത് കുമാരന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയതാണ്. സ്വർണ്ണമാല, വില കൂടിയ വാച്ച്, മോതിരം. ഇതൊന്നും ഇല്ലായിരുന്നു. 10 രൂപ കൂറ വലവീട അണ്ടർവെയറും മുഷിഞ്ഞ ഷർട്ടുമുണ്ട്. മനുഷ്യനെ മെനക്കെടുത്തായി. താൻ ബന്ധുവല്ലേ? എന്നാ ഇതിരിക്കട്ടെ. പിന്നെ ഈ ഡെഡ് ബോഡി ചീഞ്ഞതാണോ അളിഞ്ഞതാണോ എന്നൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല.